നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ കനത്ത മഴയെ തുടർന്ന് വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ച ആർത്തിരച്ച് പെയ്ത മഴയിൽ മക്കയിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അതിശക്തമായ മഴയെ തുടർന്ന് മക്കയിലെ കെട്ടിടങ്ങളിൽ വെള്ളം കയറുന്നതിന്റെയും വാഹനങ്ങൾ ഒലിച്ചു പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ കനത്ത മഴയെ തുടർന്നുള്ള നാശനഷ്ടങ്ങളിൽപ്പെട്ട് മരണങ്ങളോ പരുക്കുകളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആഘാതങ്ങൾ വിലയിരുത്താൻ രാജ്യത്ത് സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. മക്കയിൽ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും നാശനഷ്ടമുണ്ടായവരിൽ നിന്ന് നഷ്ടപരിഹാരത്തിനായുള്ള അപേക്ഷകൾ കമ്മിറ്റികൾ സ്വീകരിച്ച് തുടങ്ങുമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ ഹറം പരിസരത്തും മക്കയുടെ വിവിധ ഭാഗങ്ങളിലും ഇടിമിന്നലിന്റെയും കാറ്റിന്റെയും അകമ്പടിയോടെയാണ് മഴയുണ്ടായത്. റോഡിന് നടുവിൽ വൻതോതിൽ വെള്ളം കെട്ടിനിന്നതിനാൽ മുനിസിപ്പാലിറ്റിയും ട്രാഫിക് വകുപ്പും മക്ക അൽ ഷറായ ഹൈവേ ഒരു വിഭാഗം അടച്ചിരുന്നു. വെള്ളം നീക്കം ചെയ്ത് റോഡ് വേഗം തുറന്നു കൊടുക്കാൻ മുനിസിപ്പാലിറ്റി ഉപകരണങ്ങളും തൊഴിലാളികളും അടക്കം ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാൻ പ്രധാന റോഡുകളിൽ സിവിൽ ഡിഫൻസ് സംഘങ്ങളും നിലയുറപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണി വരെ മക്ക മേഖലയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ദൂരക്കാഴ്ച കുറയുകയും ചെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാവിലെ മുതൽ ആകാശം മേഘാവൃതമായിരുന്നു. ബന്ധപ്പെട്ട വകുപ്പുകൾ വേണ്ട മുൻകരുതൽ എടുത്തിരുന്നു. സിവിൽ ഡിഫൻസ് ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അത്യാവശ്യങ്ങൾക്കല്ലാതെ താമസക്കാർ വീടിന് പുറത്തിറങ്ങരുതെന്ന് മക്ക മേഖലയിലെ ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആളുകൾ പോകരുത് എന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയിൽ തിരക്ക് കുറഞ്ഞെങ്കിലും ഉംറ തീർത്ഥാടനം തുടർന്നു. മക്ക ഹറം പള്ളി ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങളിലെ വെള്ളക്കെട്ട് നീക്കിയെങ്കിലും ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും ഗതാഗതം യോഗ്യമായിട്ടില്ല. ജിദ്ദ, മക്ക പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനം ഉണ്ടെങ്കിലും ജിസാൻ, അസീർ, തബൂക്ക് മേഖലകളിൽ ഇന്നലെയും മഴ പെയ്തു. മക്ക, മദീന, ബാഹ, ജിസാൻ, അസീർ, ജൌഫ്, തബൂക്ക്, ഹായിൽ, ഖാസിം മേഖലകളിൽ മഴ തുടരുമെന്നാണ് റിപ്പോർട്ട്. റിയാദ്, വടക്ക് കിഴക്ക് മധ്യമേഖലകളിൽ താപനില ഗണ്യമായി കുറയും. മണിക്കൂറിൽ 15 മുതൽ 35 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നാഷണൽ ഏർലി വാർണിംഗ് സെന്റർ ഫോർ മൾട്ടിപ്പിൾ ഹസാർഡ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അൽവുസ്ത, ദോഫാർ, തെക്കൻ ഷർഖിയ എന്നീ ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യതയുള്ളത്. തെക്കൻ ഷർഖിയ, അൽവുസ്ത ഗവർണറേറ്റുകളുടെ വിവിധ ഭാഗങ്ങളിൽ രാത്രിയിലും അതിരാവിലെയും മൂടൽമഞ്ഞിനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. ഒമാനിൽ ഈ ആഴ്ച 2 ന്യൂനമർദ്ദങ്ങൾ ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു. വടക്കൻ ഗവർണറേറ്റുകളിലും തീരപ്രദേശങ്ങളിലുമാണ് ന്യൂനമർദ്ദം നേരിട്ട് ബാധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.